ഇന്നത്തെ ഈ കറി വളരെ സ്പെഷ്യലാണ്. ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാളയാണ് കേട്ടോ. സവാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിനിടയ്ക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നന്നായി വഴഞ്ഞു വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിച്ച് നോക്കിയ ഷൂ ആണ് കേട്ടോ. മോന് വേണ്ടി വാങ്ങിയതാണ്. ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നല്ല ഷൂ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആവശ്യമുള്ളവർ വാങ്ങിക്കോളണേ. കൊറിയറെല്ലാം പൊട്ടിച്ച് നോക്കിയിട്ട് വന്നപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ടൊമാറ്റോ നല്ലപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്തിന് ഞാൻ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളതാണേ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടികളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ 2ആയിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വേവാനായിട്ട് വെള്ളം വേണമല്ലോ. അപ്പം തിളച്ചാറിയ വെള്ളം ഇരിപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊഞ്ചെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ പുരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവായതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഒരു നുള്ളു മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തപ്പോൾ നമ്മുടെ ചെമ്മീൻ പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ എനിക്കങ്ങ് കൊതിയാവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഇത് കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ.